മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അധികാരം കിട്ടിയ ലീഗിന്റെ അഹങ്കാരവും മുസ്ലിം ലീഗിന്റെ പച്ചവർഗീയവാദവുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തെളിവ് സഹിതം മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ തന്നെ വെല്ലുവിളിച്ച് ഒരു ലീഗ് പ്രവർത്തകനാണോ നേതാവാണോ എന്നറിയില്ല, ഒരുത്തൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ അതും തെളിവ് സഹിതം തന്നെ ഇവിടെ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പ് ലീഗ് MLA പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു. മാധ്യമപ്രവർത്തകരല്ലാത്ത എല്ലാ ആളുകളും ഉദ്ഘാടന പരിപാടിയില് സ്ത്രീകളല്ലാത്ത മാധ്യമപ്രവർത്തകരല്ലാത്ത ആളുകൾ ഇറങ്ങണം. നിങ്ങൾ കേട്ടില്ലേ? മാധ്യമപ്രവർത്തകരല്ലാത്ത, സ്ത്രീകളല്ലാത്ത, വീഡിയോഗ്രാഫേഴ്സ് അല്ലാത്ത എല്ലാ ആണുങ്ങളും ബസ്സിൽ നിന്ന് ഇറങ്ങണമെന്നാ പറയുന്നത്. ഓർഡിനറി ബസ്സുകൾക്ക് മാത്രമായിട്ട് കേരളത്തിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച ദിവസം KSRTC ബസ്സിൽ നിന്ന് ആണുങ്ങളായിട്ടുള്ളവരോടൊക്കെ ഇറങ്ങാനായി പറയുന്നത്. ഇത് കേൾക്കുന്ന മലയാളിക്ക് ലീഗ് MLAയോട് പറയാനുള്ളത്, KSRTC ബസ് പാണക്കാട്ട് തറവാട്ടുകാർ ഇറക്കുന്നതല്ല, പാണക്കാട്ട് നിന്ന് പണം മുടക്കി ഇറക്കുന്നതല്ല KSRTC ബസ്. ഇത് പൊതുമുതല. ഇത് ഇന്നലത്തെ തിരഞ്ഞെടുപ്പിൽ പൊട്ടിമുളച്ചതല്ല KSRTC ബസ്. ആണുങ്ങളോടൊക്കെ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവാനൊന്നും പറയാൻ ഒരു അധികാരവും ഒരു MLAക്കുമില്ല. ഒരു പ്രോഗ്രാമൊക്കെ പൊതുസ്ഥലത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുക എന്നൊരു മാന്യത ഉണ്ട്. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് ഒരു ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ഒരു മാന്യത. ലീഗ് MLAക്ക് അതൊന്നുമില്ല. അഹങ്കാരം, അധികാരത്തിന്റെ അഹങ്കാരം തലക്ക് പിടിച്ചതാ. ലീഗുകാരൊക്കെ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. സകല മലയാളികളും ചിന്തിക്കണോ? ആണുങ്ങളൊക്കെ ഇറങ്ങിക്കോളൂ. ഇതൊക്കെ പറയും. ഇതെന്താ ലീഗ് ഓഫീസോ പാർട്ടി ഓഫീസാണെന്നാണോ? ഇതൊരു പൊതുമുതലാണ് KSRTC ബസ് എന്ന് പറയുന്നത്. അതിൽ ആരൊക്കെ കയറിയിട്ടുണ്ടോ അവരെ ഉൾക്കൊള്ളണം. അതിലെ സ്ത്രീകൾക്ക് നിങ്ങൾ സൗജന്യ യാത്രയും കൊടുക്കണം. ഇവര് വഞ്ചിച്ചതുമല്ലേ കേരളത്തിലെ സ്ത്രീകളെ? നിങ്ങൾ ഇതും കൂടി ഒന്ന് കേട്ടു. കേരളത്തിലെ UDF ഗവൺമെന്റ് സ്ത്രീകൾക്ക് നൽകിയ വാക്ക് ഇതാ പാലിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദിവസം ചെറുതല്ലാത്ത ഒരു പ്രാധാന്യത്തിൽ കേരള ചരിത്രത്തിൽ കുറിക്കപ്പെടും. നിങ്ങൾക്കറിയാം, പേരാമ്പ്രയിൽ നിന്ന് കോഴിക്കോട് ടൗണിലേക്ക് യാത്ര ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്, നിരവധി സ്ത്രീകളുണ്ട്. അവര് ദിവസവും തിരിച്ചു വരുമ്പം പിറ്റേന്ന് രാവിലെ കൊടുക്കേണ്ട ബസിന്റെ പണം മാറ്റിവെച്ചിട്ടാണ് ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള അവര് പണം സ്വരൂപിക്കുന്നത്. ഇതാ ഗവൺമെന്റ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും, നിങ്ങൾ ഏത് തൊഴിലിൽ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ബസ് യാത്ര സൗജന്യമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത്. അതിനേക്കാൾ പ്രാധാന്യം നിങ്ങൾക്ക് നൽകിയ വാക്ക് ആദ്യത്തെ ക്യാബിനറ്റിൽ കൊണ്ടുവരികയും ഇന്നേ ദിവസം നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത്. എങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയാൻ സാധിക്കുന്നത്? തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവരുടെ വാഗ്ദാനം എന്തായിരുന്നു? KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. എന്നാൽ ആദ്യ ക്യാബിനറ്റിലൊക്കെ തന്നെ ഇത് പാസ്സാക്കി എന്നൊക്കെ പറയാൻ എത്ര ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഓർഡിനറി ബസ്സിനേക്കാൾ അധികം കേരളത്തിൽ ഓടുന്നത് മറ്റ് KSRTC ബസ്സുകളല്ലേ? സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള TT ഉൾപ്പെടെയുള്ള ബസ്സുകളല്ലേ ഓർഡിനറി ബസ്സിനേക്കാൾ അധികമുള്ളത്? എന്നിട്ട് വാക്ക് നിങ്ങൾ പാലിച്ചിട്ടില്ല. നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാത്തൊരു വാർത്തയുണ്ട്. ബംഗാളിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് BJP പറഞ്ഞു, സർക്കാർ ബസ്സുകളിൽ ഈ UDF എന്താണോ പറഞ്ഞത് അതേ ശൈലിയിൽ ഈ BJPയെ കൊപ്പിയടിച്ചാണ് ഇവിടെ ഈ പറയുന്ന UDF ഈ പദ്ധതി പോലും പ്രഖ്യാപിച്ചത്. അത് മറ്റൊരു യാഥാർത്ഥ്യം. ബംഗാളിൽ പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ വിളിച്ചു പറഞ്ഞു സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര. ഇവർ ഈ ജൂൺ 1 മുതൽ അവിടെ നടപ്പിലാക്കി കഴിഞ്ഞു. അതേതെങ്കിലും ഓർഡിനറി ബസ്സിലല്ല, ബംഗാളിലെ സകല സർക്കാർ ബസ്സുകളിലും ബംഗാളിൽ, നമ്മുടെ കേരളത്തെക്കാൾ അധികം ജനസംഖ്യയുള്ള ബംഗാളിൽ BJP ഭരിക്കുന്നിടത്ത് സകല ബസ്സിലും അതേത് സർക്കാരിന്റെ ബസ്സിൽ കയറിയാലും സകല സ്ത്രീകൾക്കും സൗജന്യ. അതേ സമയത്ത് ഇവിടെ ഒരു കപടതയല്ലേ? പകുതിയോളം വരുന്ന, അതായത് ഓർഡിനറി ബസ്സിനേക്കാൾ അധികമുള്ളത് മറ്റു ബസ്സുകളാണ് KSRTCക്ക്. എന്നിട്ടും പറയുക വാക്ക് നിങ്ങൾ പാലിച്ചിട്ടില്ല. അതൊരു യാഥാർത്ഥ്യ. BJP വാക്ക് പാലിച്ചതിനെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാഞ്ഞിട്ടാ.
വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ UDF നോക്കി സ്ത്രീകൾ തന്നെ നെറ്റി ചുളിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. കേരളത്തിലെ സ്ത്രീകളെ വഞ്ചിച്ചിരിക്കുക BJP. ബംഗാളിൽ സകല സർക്കാർ ബസ്സുകളിലും സൗജന്യം കൊടുക്കുമ്പോൾ പകുതി ബസ്സിന് പോലും നമ്മുടെ കേരളത്തിൽ UDF സർക്കാർ സൗജന്യം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. ഇതാണ് ലീഗിന്റെ അഹങ്കാരം. എജാതി അഹങ്കാരത്തിലാണ് ബസ്സിന്ന് സകലരും ഇറങ്ങണം. അതാണ്. ഇതൊന്നും ലീഗ് തറവാട്ടെന്ന് ഈ പറയുന്ന പാണക്കാട്ട് തറവാട്ടെന്ന് കൊണ്ടുവരുന്നതല്ല. KSRTC ബസ് റിക്വസ്റ്റ് ഒക്കെ ചെയ്യാനുള്ള മാന്യത ഇനിയെങ്കിലും ലീഗ് MLA കാണിക്കുക. മറ്റൊന്ന് ലീഗിന്റെ പച്ച വർഗീയത ഞാനിവിടെ കൊടുത്തു. ഞാനതൊന്ന് വായിച്ച് ഏൽപ്പിക്കാം. ഒരു സക്കരിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റാണ്. എന്നെങ്കിലും ഗംഗാ നദി കാണുമ്പോൾ ആദ്യമൊന്ന് അതിലേക്ക് കാർക്കിച്ചു തുപ്പും. അത്രമാത്രം നശിച്ച സംസ്കാരം പേറുന്ന, നശിച്ച സംസ്കാരത്തിന്റെ വ്യക്തികൾക്ക് താല്പര്യമുണർത്തുന്ന മറ്റൊരു നദി ഒരു പക്ഷേ ലോകത്തുണ്ടാവില്ല. ഒരു നദി ഒരിക്കലേ ഒഴുകൂ, പക്ഷേ അതിൽ നിന്ന് പകർന്നെടുക്കുന്ന സംസ്കാരം സഹസ്രാബ്ദങ്ങൾ നിലനിൽക്കും. ഇന്നും നിലനിൽക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെയാണ് ഈ ലീഗ് പ്രവർത്തകൻ വെല്ലുവിളിച്ചത്. ഈ ലീഗ് പ്രവർത്തകനാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല. ഞാൻ മറ്റൊരു പോസ്റ്റ് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്, ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആദരണീയരായ പാണക്കാട് മുനവ്വറലി തങ്ങളുടെ കൂടെ സകല മലയാളികളും ഇത് കാണണം. ഇതാണ് ലീഗിന്റെ പച്ച വർഗീയവാദ. അതായത് ഗംഗാ നദിയെ പോലും ഈ ഗംഗാ നദിയോടൊക്കെ ഇത്ര വെറുപ്പുണ്ടാവുന്നത് നമ്മുടെ രാജ്യത്തെ സംസ്കാരത്തെ, ഹിന്ദു മതത്തോടുള്ള വെറുപ്പ് കൂടിയല്ലേ നമ്മൾ ഈ കാണുന്നത്. ആദരണീയനായ പാണക്കാട് പോയിട്ട് ഓരോ തങ്ങന്മാരൊപ്പം ഫോട്ടോ ഒക്കെ ഇടുന്ന ഒരാളെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു വിത്ത ഈ പുറത്തേക്ക് ചാടിയത് അറിയാതെ എഴുതിപ്പോയതാ. ഇപ്പൊ ഈ പ്രൊഫൈലൊക്കെ ബ്ലോക്കൊക്കെ ചെയ്ത് മുങ്ങിക്കുന്നത്. സകല മലയാളം ഒരു ശുദ്ധജലം തരുന്ന, ജീവജലം തരുന്ന ഒരു നദിയോട് പോലും ഈ ക്രൂരന്മാർക്ക് എത്ര ഇവരെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് പോലും അറിയില്ല. അത്രത്തോളം വേസ്റ്റ് ആണ് ഈ പറയുന്ന ഇത്തരം ആളുകൾ. സകല മലയാളികളും തിരിച്ചറിയാം. ഒരു ലീഗ് പ്രവർത്തകൻ എഴുതി പിടിപ്പിച്ചതാ നമ്മൾ ഈ കാണുന്നത്. എന്നിട്ട് ഈ പ്രൊഫൈലൊക്കെ ബ്ലോക്ക് ചെയ്ത് മുങ്ങിയിട്ടുണ്ട്. ഗംഗാ നദിയെ പോലും വെറുതെ വിടാതെ അതിന് കാർക്കിച്ച് തുപ്പണം എന്നൊക്കെ ഇത് എൻ്റെ ലളിതമായിട്ടുള്ള മറ്റൊരു ഇത് നേരെ തിരിച്ചൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങൾ ഈ ഒരൊറ്റ കട്ടിങ് വെച്ച് ഇവിടെ ഒരുപാട് ചർച്ചകൾ നടത്തില്ലേ. ഒരുപാട് ചർച്ചകൾ. ഇവിടെ ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ശാന്തമാണ്, ഒരു പ്രശ്നവുമില്ല. ഇതിനെക്കുറിച്ച് പറഞ്ഞാലേ വർഗീയവാദിയോ, ഇതിനെക്കുറിച്ച് ഇത് ചെയ്തത് തെറ്റാരോ പറഞ്ഞാൽ സംഖ്യയാക്കാൻ, മുസംഖ്യയാക്കാൻ, വർഗീയവാദിയാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ഇറങ്ങും. സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയാം ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് കൂടിയാണ്. ഈ നമ്മൾ ഈ വിഷയം എന്തുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോലെ എന്തൊക്കെ പുകിലിവിടെ നടക്കും. എങ്ങനെയാണ് ഒരു മതത്തിന്റെയും ഇതുപോലെ ആര് ചെയ്യുന്നതിനോടും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യം. എത്ര നിറികേടാണ് എഴുതി പഠിപ്പിച്ചിട്ടുള്ളത്. ശുദ്ധജലം തരുന്ന, ജീവജലം തരുന്ന നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം, നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം ഇതൊക്കെ തന്നെ മുന്നോട്ട് നമ്മുടെ ഗംഗാ നദിയൊക്കെ ഇങ്ങനെ എത്ര നിറികേടാണെന്നോ ഈ ആളുകൾ എഴുതി പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ലീഗിന്റെ വർഗീയതയുടെ ഒരു ഭാഗം. നമ്മൾ ഇത്തരം ആളുകൾ ഇടയ്ക്കിടയ്ക്കൊന്നും അറിയാതെ തുപ്പിപ്പോവും ഉള്ളിലുള്ളത്. അതാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയും. ഇത്തരം ആളുകളുണ്ട്. ഇത്തരം ആളുകളാണ് ലീഗിനെയൊക്കെ ഇവിടെ വിജയിപ്പിക്കുന്നത്. ഇത്തരം ആളുകളുടെ ഒരു കൂട്ടമാണ്. സകല മലയാളികളും തിരിച്ചറിയും. ഇതൊക്കെ ഒരു എത്ര നിറികേട. ഇയാളെയൊക്കെ പിടിച്ച് പുറത്താക്കാതെന്താ? ഇനി ലീഗിന്റെ പ്രവർത്തകനാണോ അല്ലേ? ഇത് എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക? ഇത് ആദരണീയനായ തങ്ങൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഇടുന്നൊരു എത്ര നെറികേടാണെന്ന് ഈ എഴുതി പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ സകല മതേതര ലീഗൊക്കെ എന്ത് കോപ്പിലെ മതേതരത്താണ് ഇവിടെയൊക്കെ പൊക്കിപ്പെടുന്നത്. മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയത് തന്നെ വർഗീയതയാണ് എന്നുള്ളതല്ലേ വളരെ വലിയ യാഥാർത്ഥ്യം.